ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഫൺ വിത്ത് മീഡിയ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഗെയിമായിട്ടാണ് ഗൈസ്. നമ്മൾ കുറേ കച്ചവടങ്ങളൊക്കെ നടത്താറുണ്ട് ഗൈസ്. എന്നാണ്ട് ഇതൊക്കെ നമുക്ക് ഓപ്പൺ ആണ്. നമ്മളിപ്പോൾ ലെവൽ 1 പകുതി എത്തിയുള്ളൂ. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്കത് കാര്യമായിട്ട് കച്ചവടങ്ങളൊക്കെ നടത്താം ഗൈസ്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആക്കി ഇട്ടേക്കാം. ആൾക്കാർ വരണത് നോക്കണ്ടേ. ഓക്കെ, ചേട്ടനും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഈ കവർ നൈസായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി പൈസയൊക്കെ നമുക്ക് കാര്യമായിട്ടുള്ള കൂട്ടി തന്നെ വാങ്ങിക്കണം. ഇത്ര നമുക്ക് ആ 1 രൂപ കൊടുക്കണ്ട. ഇങ്ങനെ പറ്റിക്കാൻ പറ്റും, മനസ്സിലായ? ഇങ്ങനെ പറ്റിക്കാൻ പറ്റും കേസ് ഇവിടുത്തെ നമ്മുടെ ഈ കടയിൽ. ചേട്ടാ ഇങ്ങ് വന്നുവാ. ആദ്യം തന്നെ ഇവരൊക്കെ ഏതോ ഫുട്ബോൾ നിർത്തിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞു. പ്ലെയർ 57 കൊള്ളാം. പെട്ടെന്നിട് ഒന്നും കൊടുക്കാനില്ല ഗൈസ്. കാർഡിനാണ് കൊടുക്കാൻ നമുക്ക്. നമുക്ക് കാർഡിൽ ഇങ്ങോട്ട് എടുക്കുകയാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അയ്യോ, ഒരു കാര്യം അടിക്കാൻ പറഞ്ഞു ഗൈസ്. 97. അടുത്ത ആക്കുന്നുണ്ട്. ഇത് കൊടുക്കണം. കാർഡ്. ഈ അപ്പൂപ്പന്മാരൊക്കെ വയസ്സാം കാലത്തും കാർഡും കൊണ്ട് കിടക്കുകയാണ് ഗൈസ്. നമുക്ക് 26 എടുക്കാം ഗൈസ്. ഫസ്റ്റ് അപ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരുന്നത് ഗൈസ്. അപ്പോൾ കണ്ടാൽ നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കുമെന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നും വാങ്ങിക്കൂല ഗൈസ്. തീനല്ലേ എന്തിനാ ഒരു സാധനം കാണാനില്ലെന്ന് ഗൈസ്. ഇതൊക്കെ നേരെ ഇരുട്ടി വരുന്നുണ്ട് ഗൈസ്. ഉണ്ടോ ബബിളൊക്കെ ഒന്ന് ചെയ്യും. എല്ലാവരും ഇതാണ് 397. ഓക്കെ, നമുക്കിനി ചേട്ടാ പൊക്കം കട അടയ്ക്കാം. ഓക്കെ ഗീസ്, ഇത് സെക്കൻഡ് പാർട്ടാണ് ഗീസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ അടിച്ച് പൊട്ടിച്ച് കൊള്ളാം. ഓക്കെ, പിന്നെ ഗീസ് നമുക്ക് ഇവിടെ 100 രൂപ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ പോയാൽ ലോൺ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അറിയാമല്ലേ. പിന്നെ രാത്രി ആയ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഗൈസ്. ഉണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇത്രയല്ല, ലൈറ്റ് ഇടാൻ പറ്റും. പക്ഷേ അതിന് കറണ്ട് ബില്ല് സുഖമായിട്ട് എരിയും ഗൈസ്. ഇവിടെ നല്ല ഇരുട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കട അടയ്ക്കാൻ നേരം ആവാറായ. തുറന്നിട്ടൊരു കാര്യമില്ല. ഗൈസ്, നമുക്ക് ലൈറ്റ് ഓൺ ആക്കാം. നമുക്ക് കണ്ട് ഇവിടെ പോയാൽ ലോൺ എടുക്കാൻ പറ്റും. ഇവിടെ പേ ചെയ്യണം സംഭവം. പിന്നെ ഇവിടെ മാനേജ്മെൻറ്റ്. ഇവിടെ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ലൈസൻസ്, നമുക്ക് ലൈസൻസൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. പിന്നെ ഗ്രോത്ത്, ഇതിനൊക്കെ നമ്മൾ കുറേ ലെവൽ എത്തണം ഗൈസ്. സ്റ്റോറേജ് ഈസ് ലോക്ക്ഡ്. സ്റ്റോറേജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ നമുക്ക് സാധനം വാങ്ങിക്കണം. ഒന്നുമില്ല നമ്മളിപ്പോൾ വാങ്ങിച്ചാൽ. നമുക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങിക്കാനായിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഷെൽഫ് അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ഒന്നും വേണ്ട ഗൈസ്. നമുക്കിപ്പം ക്ലീനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഇല്ല. എല്ലാ ഇത് കാണും ഗൈസ്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ, ഷെൽഫ്, ഫ്രിഡ്ജ്, ഫ്രീസർ, ഒന്നും ഇല്ലേടി. നമുക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട ഇതില്ലെന്ന്. നമുക്ക് എല്ലാം ഓരോന്ന് വെച്ചാൽ അല്ല 2 എണ്ണം വെച്ചാൽ എടുത്താലാ ഗൈസ്. എന്തോന്നടേ അലാറം എന്തോ ഇപ്പോഴാടേ പറഞ്ഞത്. എന്തായാലും 72 നമ്മളിപ്പോൾ എത്ര എണ്ണം എടുത്തടേ. ഇതെല്ലാം എടുത്ത് കളാം. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടെ വന്നു ഗൈസ്.
ഓക്കെ, നമുക്ക് ഇത് 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 എടേ എല്ലാം കൺഫ്യൂഷൻ ആണല്ലാടേ. നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഒന്നും കൂടെ ചെയ്തു തരാം. ഇത് ഇത് ഓക്കെ, 5 ഐറ്റം 1 2 3 4 5 6. അപ്പം ഇതാണ് ആവാത്തത്. ഓക്കെ, ഇവിടെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പോൾ നമുക്കിതിപ്പോൾ വാങ്ങിക്കാൻ പറ്റൂലെന്നാണ് പറയണത്. നമുക്ക് നേരെ കട അടയ്ക്കാം. കട അടച്ചപ്പം 11 പേർക്ക് സാറ്റിസ്ഫൈ ആയി. പ്രൊഡക്റ്റ് കിട്ടാത്ത ഒരാളേ ഉള്ളൂ. പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയ കാര്യമില്ല. ചെറിയ ചേഞ്ച്, മൊത്തത്തിൽ 16 ചേഞ്ച് കൊടുത്തു. നമുക്കിത് 100 രൂപ ലാഭമാണ്. ഓക്കെ, അടുത്ത ദിവസമായിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഇവിടെ ബുക്ക് ചെയ്ത സാധനം ഒന്ന് വാങ്ങിച്ചു തരാം. ഇതെല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ പഴയ തരുന്ന സ്ഥലത്ത് വെച്ചാൽ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വെച്ചാൽ അതേ പ്രൈസ് ആയിരിക്കും. നമുക്ക് ഇനി ഇവിടെ വെച്ചിരിക്കാം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് നേരത്തെ ഇവിടെ തന്നെ വീശിരുന്ന തന്നെ തന്നെ നമുക്കിന്ന് നല്ല കച്ചവടങ്ങളൊക്കെ നടത്തുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും കടിച്ചു പിടിച്ചോളാം. ഇന്നും നോക്കണ്ട. നമുക്ക് സാധനം കുറച്ച് കൂടുതൽ വാങ്ങിച്ചോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട്. ഇതിലും ലാസ്റ്റത്തെ പെട്ടിയാണെങ്കിൽ ഇതില്ലെന്നും പറഞ്ഞ് ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. ഇത് ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു. അയ്യോ, ഓക്കെ, ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം. ഈ രണ്ടിൻ്റെയും പ്രൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി എടുത്ത് ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ നമുക്കൊരു ഷെൽഫ് ഇന്ന് കാണാനാണ് ഇട്ടേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് നൈസായിട്ട് ഇതിനെ എടുത്തിട്ട് പെട്ടിക്കകത്താക്കാം. ഇതിനെ പെട്ടിക്കകത്താക്കിയിട്ട് നമുക്കൊണ്ട് വിൽക്കാം ഗൈസ്. നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ, വിൽക്കാൻ പറ്റില്ലേ? എന്ത് വിൽക്കാൻ പറ്റാത്ത? ഇത്രയും വലിയ പെട്ടിക്കകത്താണ് ഗസ്, ഇത്രയും ചെറിയ പെട്ടിക്കകത്താണ് ഗസ് ഷെൽഫ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റൂലേ? ഫസ്റ്റ് വിറ്റ് പൈസ ആക്കാനും പറ്റില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗീസ്, ജസ്റ്റ് പിന്നിട്ട് നമുക്ക് പൈസ കിട്ടുമെന്ന്. എന്നിട്ട് അവർ എന്തൊരു കാണിക്കണേ എന്തോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്, ഇതിനെ നമുക്ക് ഇങ്ങനെ തിരിക്കണം, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ഗീസ്. ഒരു പ്ലാനാണ്, ഇതില്ലെങ്കിൽ ശരിയാവില്ല.
ഇനി നമുക്ക് ഇതിനെടുത്ത് ഇങ്ങനെ ചേർത്തറാം ഗൈസ്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നമുക്ക് ഇട്ട് നോക്കാം അങ്ങനെ ആദ്യം. സെറ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ സാധനം വാങ്ങിക്കാം. കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാം. എൻ്റെ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് വെച്ചേക്കാം മിസ്. അപ്പം അവിടെ ഒന്നും പോവാമല്ലോ. ഓക്കെ, ഇത് പിന്നെ വന്ന ഇനിയിപ്പം നമുക്കിതിൻ്റെ പ്രൈസും സെറ്റ് ചെയ്യാം. അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് വെറുതെ കടയൊന്ന് ഓപ്പൺ ആക്കിയിട്ട് പോയിരുന്നാൽ മതി. മാർക്കറ്റ് പ്ലേസ് 483 ഗൈസ്. നമുക്കപ്പോൾ ഒരു 4 വേണം. നമുക്കൊരു 5 ഇതെന്താണ്? സാധനങ്ങളൊക്കെ ഇവർ വാങ്ങിക്കും ഗൈസ്, എത്ര വില ഇട്ടാലും. അല്ലേ? അങ്ങനെയല്ലേ, ആവശ്യം വാങ്ങിക്കാൻ പറ്റുന്ന വിലയാണെങ്കിൽ അവർ വാങ്ങിക്കും ഗൈസ്. 5.98 ഗൈസ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് 6.50 ഇടാം. നോക്കട്ടെ. നമുക്ക് ഇതിനെ കുറച്ച് തുറന്നിട്ട് എനിക്ക് വേണ്ട, അതിന് പണിയാണ് ഗൈസ്. ഇനി ഓപ്പൺ ആക്കിടാം. വർണ്ണവരൊക്കെ വരട്ടെ ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലോണൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലോണൊക്കെ എടുക്കാൻ പറ്റും. വന്നു ഒരാളൊന്ന് എടുത്തോ. എന്തിനാണ് വേണ്ടത്? എടുത്തോ. ഒന്നും നോക്കില്ല, എടുത്തോ. ഒരു 2 സാധനം കൂടെ എടുക്കാത്തത് നിങ്ങളെന്താന്ന് ഇങ്ങനെ. ഇത് ഈ കാർഡാണ് തരണമെങ്കിൽ നമുക്ക് പണിയാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ തിരിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. കാർഡിൽ നിന്നാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇനിയിപ്പം ഓയിലും ബ്രെഡും ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ടവരും മോണോരൊക്കെ വന്ന് കയറിക്കോ. നമുക്ക് ഈ സിറ്റ് ഒന്നും കണ്ടിട്ടില്ല. അതാ പോണു നമ്മൾ കടയിൽ സാധനം വാങ്ങിച്ച് ചേച്ചി. സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. കൊള്ളാമോ? ഫെറാറി ഇനിയും കൂടെ കൊണ്ടോ. പൊക്കോ. ഓക്കെ, നമുക്ക് നമ്മളെ കടയിലോട്ട് പോവാം. പിന്നെ ഇവിടെ റൂമുണ്ട്. ഈ റൂമൊക്കെ കടയിൽ കയറിക്കോ. കയറി കടയിൽ കയറാ. എന്താ പിന്നെ കാർഡ് ഇവരെന്താന്ന് നോക്ക്. കാർഡൊക്കെ തരണ നമുക്ക് കാർഡ് വേണ്ട. കാർഡ് എടുക്കൂല. ഇനി തൊട്ടിവിടെ കാർഡ് എടുക്കൂല. ഇപ്പം എന്താണെന്നാ പറഞ്ഞ? കാർഡ് എടുക്കൂലെന്ന് തന്നെ. അക്കൗണ്ട് കുറച്ച് പൈസ കൂട്ടി വാങ്ങിക്കും. അല്ല പൈസ കൂട്ടാനും പറ്റൂല, കുറയ്ക്കാനും പറ്റൂല. ഞാൻ എന്തരടി കാണിക്കുന്നത്? ഞാൻ എന്താണെന്നോ കാണിക്കണേ. ഓക്കെ, ഇവരും കാർഡാണെങ്കിൽ അവൻ്റെ മണ്ട. നല്ല എടാ, നിനക്ക് ചേഞ്ച് കൊടുക്കാൻ ഇല്ല ഗൈസ്. അതിനേക്കാൾ കാർഡ് മതിയായിരുന്നല്ലേ. ഇത്ര കഷ്ടപ്പാടാണെന്നെങ്കിൽ എടാ, ഒന്നും ചേഞ്ചുള്ള പൈസ ഇടറ. ബെസ്റ്റ്. നമ്മൾ കാർഡിൽ എന്താണെന്നോ ഗൈസ് ഇത്ര ഇരിക്കണത്. പിന്നെ വന്നത് ഇത് എന്തൊരു ചെയ്യാൻ എൻ്റെ ഇതിന്. എന്തായാലും ഇവന്മാർ കാർഡും കൊണ്ടേ പോവുള്ളൂ വീട്ടിൽ. ബെസ്റ്റ്. ഈ പെണ്ണും പിള്ളക്കൊക്കെ വീട്ടിൽ ഇരുന്നൂടെ ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ പിന്നെ ദാരിദ്ര്യം തന്നെ. ഞാൻ നേരം കാർഡും കൊണ്ട് നടക്കും. ഇപ്പം ഇവനെ നോക്കിയോ, എപ്പോൾ കാർഡായിരിക്കും തരണത്.
ഞാൻ പറഞ്ഞ കണ്ട ഇത് തന്നെ ഗൈസ്. ഇപ്പം എല്ലാവരും കാർഡും കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങളും ഇങ്ങനെയൊന്നും ആവല്ലേ ഗൈസ്. വല്ലപ്പോഴേക്ക് പൈസ കൊണ്ട് പോകണം ഗൈസ്. അവരെയൊക്കെ ഇതോ അമ്മമ്മ ഓടിവാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് കുറച്ച് ലോൺ എടുക്കാം, അതാണ് നല്ലത്. നമുക്ക് ഈ ലോൺ വെച്ചിട്ട് നമുക്ക് ഇതെന്താണ് ലോൺ എടുക്കാം ഗൈസ്. ലോൺ എടുത്ത് ഇനി നമുക്ക് ഫർണിച്ചറിൽ പോയിട്ട് ഒരു 2 ഷെൽഫ് നമുക്ക് എന്തായാലും ഒന്ന് വേണം. അത് കഴിഞ്ഞ പ്രൊഡക്റ്റ് ഇതൊരെണ്ണം പോടാ ഇത് വേണ്ട പ്രൊഡക്റ്റ് ഒന്നും കൂടെ പോയിട്ട് ഇത് നമുക്ക് ഇത്രയും മതിയാ. ഇതിൻ്റെ എല്ലാം ഒരു 2 വെച്ചെടുക്കാം. സെറ്റല്ലേ? ചിലവിൻ്റെയൊക്കെ സ്റ്റോക്ക് ഓക്കെ. നമുക്ക് 1 lakh അങ്ങ് വാങ്ങിച്ചേക്കാം. നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തെന്നാലും നമുക്ക് തിരിച്ചടയ്ക്കണം ഗൈസ്. ഇത് അടച്ചേക്ക്. ഇനി ആൾക്കാരായിട്ട് വന്നാൽ ശരിയാവും. ഇത്രയും മതി. ഓക്കെ, ഇത്ര പൈസ ഒന്നുമല്ല. പിന്നെയും ചേഞ്ചില്ല. നിനക്ക് അതിനേക്കാളും എന്തൊരു ഇതാണ് കിട്ടണം. ഇത് ചേഞ്ചില്ല. പോ കൊണ്ടുപോകാനേക്കാളും നീ ഇത് കാർഡായിരിക്കും. കൊള്ളാം. ഗെയിമിങ് നടക്കിയില്ല. പറയേണ്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിപ്പോയി. കാർഡ് ജീവിതം എന്നാണ് ഈ കാർഡോഫീലിയ എന്നാണ് ഗൈസ് ഈ അസുഖത്തിൻ്റെ പേര്. ഈ മാമന് അസുഖമില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് പക്ഷേ പറ്റിക്കണം. പറ്റിച്ച് ഇങ്ങനെ പറ്റിക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഇത്രേ ഉള്ളൂ ഗൈസ്. സുഖമായിട്ട് നമുക്ക് പറ്റിക്കാം. ഓക്കെ. അയ്യോ, ഇതൊക്കെ എന്തരടേ. ഓക്കെ, നമുക്കിതൊക്കെ എടുത്ത് കടയ്ക്കകത്ത് കൊണ്ട് വെക്കണം. അതാണ് പണി ഗൈസ്. ഞാൻ എന്തരടേ കാണിക്കണം? എന്തരടാ കാണിക്കണം? ഇതൊക്കെ എടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് എന്തരടേ അവിടെ ഇരി. നീയും എടുത്ത് ഇവിടെ അവിടെ ഇരുന്നു. നമുക്കിൻ്റെ കട അടയ്ക്കാൻ നേരം എന്നാണ് തോന്നുന്നത്. നമുക്ക് ലൈറ്റ് ഓണാക്കാം കുറച്ച് നേരത്തേക്ക്. ഓക്കെ, 8 മണിയായി ഗൈസ്. അതിന് ഈ ഷെൽഫും കൂടെ എടുത്ത് അകത്തോട്ടുണ്ട് വയ്ക്കണം. നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കണം. അറിയാമല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇതും കൂടെ അങ്ങ് വച്ചിരിക്കാം. ഓക്കെ, സെറ്റല്ലേ? ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇപ്പോഴാ സെറ്റല്ലേ? ഓക്കെ, ഇപ്പം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. നമുക്കിനി ബാക്കി ഒന്ന് വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചാൽ മതി. എങ്ങനെ ഉണ്ട് ഐഡിയ? സെറ്റല്ലേ? നമുക്കിത് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, നമുക്കിന്ന് ടോട്ടൽ പ്രോഫിറ്റ് നഷ്ടമാണ്. ബാലൻസ് ഉള്ളത് നമുക്ക് നഷ്ടമാണ് ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ടേക്കുണ്ട്. ഇതൊക്കെ നമുക്ക് കാര്യമായിട്ട് വിറ്റ് പോണ സാധനങ്ങളാണ്.
ഓക്കെ, നമുക്കിതെല്ലാം എടുത്ത് വെക്കണം ഗൈസ്. ഇതെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് എടുത്ത് വയ്ക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ്. നമുക്ക് ലോങ് വീഡിയോ ആവുന്നത് കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളിതെല്ലാം ചെയ്യും. അപ്പോൾ ബൈ ഗൈസ്.